നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ദിവസവും ഉണ്ടാകുന്നത്. മറ്റു രോഗങ്ങൾക്കൊപ്പം കോളറയും സംസ്ഥാനത്ത് നിരവധി പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന രോഗമാണിത്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗാണു ശരീരത്തിലെത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ബാക്ടീരിയ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കും. ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത്. മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്തെത്തുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യും. ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബാക്ടീരിയ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 12 മണിക്കൂർ മുതൽ 5 ദിവസം വരെ എടുക്കും. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണം വരെ സംഭവിച്ചേക്കാം. കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഛർദിയും വയറിളക്കവുമാണ് കോളറയുടെ പ്രധാന ലക്ഷണം. കാലുകൾക്ക് ബലക്ഷയം, ചെറുകുടൽ ചുരുങ്ങൽ, ശരീരത്തിൽ നിന്ന് അമിതമായ ജലാംശം നഷ്ടപ്പെടൽ, തളർച്ച, വിളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടേക്കാം. ഛർദിയും വയറിളക്കവും മൂലം ജലാംശം നഷ്ടമാകുന്നത് ശരീര തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും കാരണമാകും. രോഗം വരാതിരിക്കാൻ ഇനി പറയുന്നവ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തുനിന്നും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുകയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. കൂടാതെ തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ ശുചിയായി വെക്കുക. ഭക്ഷണത്തിനു മുൻപ് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക. കൂടാതെ പച്ചക്കറികൾ പാകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക.